നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഡൗൺ സിൻഡ്രോം സ്ക്രീനിങ്ങിനെ കുറിച്ചാണ്. ഡൗൺ സിൻഡ്രോം എന്നാൽ സാധാരണ ട്രൈസോമി 21 എന്ന് പറയും. അതായത് സാധാരണ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ കോശങ്ങളിൽ 23 പെയർ ഓഫ് ക്രോമസോമാണുള്ളത്. 23 അമ്മയിൽ നിന്നും 23 അച്ഛനിൽ നിന്നും. എന്നാൽ ഈ ട്രൈസോമി 21 അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളിൽ ഒരു എക്സ്ട്രാ ക്രോമസോം, ഈ ക്രോമസോം നമ്പർ 21 ഉണ്ടാകാം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ, ഈ ഡൗൺ സിൻഡ്രോം അപ്പിയറൻസ് എങ്ങനെയാണെന്ന് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും. കാരണം ഇവർക്കൊരു പ്രത്യേക ഫേഷ്യൽ അപ്പിയറൻസാണ്. ഇവർക്കൊരു പരന്ന മുഖം, മൂക്ക് കുറച്ച് പതിഞ്ഞ്, ചുണ്ടുകൾ തടിച്ച്, നാക്ക് കുറച്ച് പുറത്തേക്ക് തള്ളി, നെക്ക് കുറച്ച് ഷോർട്ടായിട്ട്, പൊക്കം കുറവുള്ള ഈ കുട്ടികളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവർ വളരെ ഹാപ്പി ചിൽഡ്രനാണ് നമ്മൾ പറയും. ഇവരുടെ ലൈഫ് സ്പാൻ, ഇവർക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ ചില ഹാർട്ട് ഡിഫക്ട്സ് അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതിനാൽ യൂഷ്വലി ഇവരുടെ ലൈഫ് സ്പാൻ സാധാരണക്കാരെക്കാളിലും കുറവായിരിക്കും. യൂഷ്വലി ഒരു 40-50 വയസ്സിൽ താഴെയാണ് യൂഷ്വലി ഇവരുടെ ലൈഫ് സ്പാൻ ഉള്ളത്. അപ്പോൾ എങ്ങനെ നമുക്കിപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഡൗൺ സിൻഡ്രോം ഉണ്ടാകാം എന്ന് ചോദിച്ചാൽ ഇത് ആർക്കും വരാം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഏതമ്മയ്ക്കും ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞിന് ജന്മം നൽകാനുള്ള സാധ്യതയുണ്ട്. അതിനാലാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പ്രഗ്നൻറ്റ് മദേഴ്സിനോട് സാധാരണ പറയാറുള്ളത്. സാധാരണ ഈ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുടെ 98% പേരുടെയും പേരൻസ് നോർമലായിരിക്കും. ഒരാകസ്മികമായിട്ട് വരുന്ന ഒരു കാര്യമായിരിക്കാം ഈ ഡൗൺ സിൻഡ്രോം എന്നുള്ള ഈ പ്രോബ്ലം, ഈ ജനിതക വൈകല്യം ഈ കുഞ്ഞിന് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ സ്ക്രീൻ ചെയ്യാം എന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ഓഫർ ചെയ്യുന്നത് ഒരു 11 ആഴ്ച മുതൽ ഒരു 13 ആഴ്ചയും 6 ദിവസവും വരെയാണ്. ആ സമയത്താണ് സാധാരണ നമ്മൾ ഈ ഡൗൺ സിൻഡ്രോമിൻ്റെ കമ്പൈൻഡ് ടെസ്റ്റ് എന്ന ഒരു ടെസ്റ്റ് നമ്മൾ സാധാരണ റെക്കമെൻഡ് ഓഫർ ചെയ്യുക. ഇത് ഒരു മസ്റ്റായിട്ടുള്ള കാര്യമല്ല. നമ്മൾ പേരൻസിനോട് ഇതിനെക്കുറിച്ച് കൗൺസിൽ ചെയ്യും. ഈ ഡൗൺ സിൻഡ്രത്തെക്കുറിച്ചും ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചും, ഈ കുഞ്ഞുങ്ങളുടെ IQ, ഇവരുടെ ബുദ്ധി നിലവാരം സാധാരണയെക്കാളും ലോ ആയിരിക്കും. അപ്പോൾ ഇവർക്കൊരു സ്പെഷ്യൽ ഹെൽപ്പ് അവരുടെ ജീവിതത്തിൽ യൂഷ്വലി വേണ്ടി വരും. അപ്പം ഈ കാര്യങ്ങളെല്ലാം പേരൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സ്ക്രീനിങ്ങിന് വില്ലിംഗ് ആയിട്ടുള്ളവർക്ക് നമ്മൾ ഈ കമ്പൈൻഡ് ടെസ്റ്റ് ഓഫർ ചെയ്യും. അപ്പോൾ ഈ കമ്പൈൻഡ് ടെസ്റ്റിൽ 2 കാര്യങ്ങളാണ്. അതായത് 3-ാം മാസത്തിൽ ചെയ്യുന്ന NT സ്കാനിൽ നമ്മൾ അറിയുന്ന ആ കുഞ്ഞിൻ്റെ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി, അതായത് NTയുടെ തിക്നെസ്സും, അതുപോലെ ഈ 2 ഡബിൾ മാർക്കർ എന്നുള്ളൊരു ടെസ്റ്റ്, അതായത് 2 ഹോർമോണുകൾ, പാപ്പ, ബീറ്റ HCG, ഈ 2 ഹോർമോണുകൾ മെയിനായിട്ടും NTയും അമ്മയുടെ വെയ്റ്റ്, അമ്മയുടെ എത്നിസിറ്റി, അങ്ങനെ പല ഫാക്ടേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ കമ്പൈൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ കമ്പൈൻ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഡിറ്റക്ഷൻ റേറ്റ്, നമ്മൾ ഈ NT മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു 75% to 80 ആണെങ്കിൽ, ഈ കമ്പൈൻ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ അസുഖം, ഈ ഡൗൺ സിൻഡ്രോം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ആ സെൻസിറ്റിവിറ്റി 85 to 90% ആയിട്ട് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇതിനൊരു ഫോൾസ് പോസിറ്റീവ് റേറ്റ്, അതായത് ഡൗൺ സിൻഡ്രോം ഇല്ലാത്ത കുട്ടികളിലും ചിലപ്പോൾ ഉണ്ടെന്നുള്ള ഒരു റേറ്റ് 5% അങ്ങനെയും ഉണ്ടാകാം. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. ഇത് നമുക്ക് കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയുന്ന ടെസ്റ്റല്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ഇതിൻ്റെ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ റിപ്പോർട്ടിൻ്റെ പേജിൽ നമുക്കറിയാം, റിപ്പോർട്ടിൽ ലോ റിസ്ക് എന്ന് മിക്കവാറും സ്ക്രീനിങ് നെഗറ്റീവ് ഫോർ ഡൗൺ സിൻഡ്രോം, അതിൻ്റെ കൂടെ തന്നെ ട്രൈസോമി 21, 13, 18, യൂഷ്വലി ഈ 3 ക്രോമസോമൽ പ്രോബ്ലത്തിനാണ് യൂഷ്വലി ഈ കമ്പൈൻ ടെസ്റ്റ് നമ്മൾ ഈ ടെസ്റ്റ് ഈ സമയത്ത് ചെയ്യുക. അപ്പോൾ ഈ ടെസ്റ്റിൽ നമ്മൾ അതിനകത്ത് ലോ റിസ്ക് എന്ന് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം 1 in 1000 കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലോ റിസ്ക്, അതായത് 1000-ൽ ഒരു കുഞ്ഞിന് സാധ്യത. അപ്പോൾ 1000 അല്ല 2000 അല്ലെ 3000 എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം ലോ റിസ്ക്കാണ്. അത്രയും കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് 1 in 2000 അല്ലെ 1 in 1000. 1 in 1000 കഴിയുമ്പോൾ നമ്മളത് ലോ റിസ്ക്കാന്ന് പറയും. എന്നാൽ 1 in 250 എന്ന് പറയുമ്പോൾ, അതായത് 250-ൽ 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം റിസ്ക് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ഹൈ റിസ്ക് എന്ന് പറയും. ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്കുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് റിസ്ക്. അപ്പോൾ ലോ റിസ്ക് ആയിട്ടുള്ള ആളുകൾക്ക് സാധാരണ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഹൈ റിസ്ക് ഉള്ളവർക്ക് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ തന്നെ പറയും.
കുഞ്ഞിൻ്റെ സെല്ല് പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്ത്, അതായത് കുഞ്ഞിന് യൂട്രസിന് ഉള്ള ആ ഫ്ലൂയിഡിൽ നിന്ന് കുഞ്ഞിൻ്റെ സെല്ല് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെ CVS, അങ്ങനെ പല മെത്തേഡ് വഴി നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ പോകാനായിട്ട് നമ്മൾ ഹൈ റിസ്ക്കാരോട് പറയും. ഇൻ്റർമീഡിയറ്റ് റിസ്ക്കുകൾ ഉള്ളവരോട് നമ്മൾ NIPT എന്നൊരു ടെസ്റ്റിനെ കുറിച്ച് പറയും. അത് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അപ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞു ആർക്കും ഇത് വരാം, ഈ ഡൗൺ സിൻഡ്രോം ബേബീസ് ആർക്കും ഉണ്ടാകാം. പക്ഷേ നമ്മൾ അമ്മയുടെ ഏജ് അനുസരിച്ച് ഈ റിസ്ക് കൂടാം. സാധാരണ 20 വയസ്സുള്ള ഒരു ലേഡിക്ക് 1500 ഒരാൾക്കാണ് ഈ റിസ്ക് ഉണ്ടെങ്കിൽ 30 വയസ്സിൽ അത് 800-ൽ 1 കൂടുന്നു. അത് 40 വയസ്സ് കഴിയുമ്പോൾ 100-ൽ ഒരാൾക്ക് ഈ റിസ്ക് ഉണ്ടാകാം. അതായത് 100 ബേബിയിൽ ഒരു കുഞ്ഞിന് ഈ ഡൗൺ സിൻഡ്രോം ഉണ്ടാകും, 99 നോർമലാകാം. അപ്പോൾ ഇതാണ് ഈ ഏജ് കൂടുമ്പോഴുള്ള റിസ്കിൻ്റെ സാധ്യത കൂടുന്നത്. 3-ാം മാസത്തിൽ ഈ സ്കാനിങ്ങും അല്ലെങ്കിൽ ഈ കമ്പൈൻ ടെസ്റ്റും ചെയ്യാൻ പറ്റാത്തവർക്ക് ഫർദർ ടെസ്റ്റ് ഉണ്ട്, ക്വാഡ്രപ്പിൾ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ. അത് അവർക്ക് ഒരു 15 മുതൽ 20 ആഴ്ച വരെയുള്ള സമയത്ത് ചെയ്യാം. പക്ഷേ ഈ ഡൗൺ സിൻഡ്രോം ബേബീസ് കേരളത്തിൽ തന്നെ ഈ ഡൗൺ സിൻഡ്രോം അഫക്റ്റഡ് ആയിട്ടുള്ളവർ 20,000-ൽ കൂടുതലുണ്ട്. മാർച്ച് 21 വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡൗൺ സിൻഡ്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രോബ്ലത്തെക്കുറിച്ചും അതെങ്ങനെ മനസ്സിലാക്കാം, എന്താണ് ഇത് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, ചിലർ, അതായത് ഇങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കാത്തവർക്ക് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഹൈ റിസ്ക് ആണെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് പോകാം. അതല്ല, ഇത് ഇങ്ങനെയുള്ള കുഞ്ഞാണെങ്കിലും അത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ളവരാണെങ്കിൽ, താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് പ്രിപ്പറേഷന് വേണ്ടി, ഈ കുഞ്ഞിനെ വളർത്താനുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടിയും ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഈ സ്ക്രീനിങ് ടെസ്റ്റിലുള്ള പാപ്പ, നമ്മൾ പറഞ്ഞു 2 ഹോർമോൺ, beta-HCG, പാപ്പ, ഈ 2 ഹോർമോണിൽ പാപ്പായുടെ ലെവൽ വളരെ കുറവാണെങ്കിൽ ഈ പ്രഗ്നൻസിക്ക് ഗ്രോത്ത് റിട്ടാർഡേഷനൊക്കെയുള്ള സാധ്യത, വളർച്ചക്കുറവിൻ്റെ സാധ്യത കൂടുതലുണ്ട്. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ വിജിലൻ്റ് ആവാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡൗൺ സിൻഡ്രോം സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.